ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഹോം മെയ്ഡ് നൈറ്റ് ക്രീമിൻ്റെ റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡി നമ്മൾ ദിവസവും നമ്മുടെ ഫേസിൽ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നാൾക്ക് നാൾ നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൈൻ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പാടും തഴമ്പുകളും മുഖക്കുരു വന്നിട്ടുള്ള പാട്, അത് എന്ത് പാടായിക്കോട്ടെ നമുക്കതെല്ലാം ക്ലിയർ ആക്കാനായിട്ട്, ഇപ്പോൾ കരിമങ്ങൽ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കൂട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോനകത്ത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ദിവസം മുടങ്ങാതെ ദിവസേന രാത്രി നമ്മളിത് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൈസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമേ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല, ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ചേർക്കുന്നുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച്. അപ്പോൾ ഇതെങ്ങനെ മേക്ക് ചെയ്തെടുത്തു എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ടേബിൾ സ്പൂണോ ടീസ്പൂൺ ഒന്നുമല്ല, നമ്മൾ ഒരു കുഞ്ഞ് ടീസ്പൂണിൽ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു റീസെൻ്റ്ലി ചെയ്തൊരു സ്റ്റാർച്ചാണ്, കോറയുടെ സ്റ്റാർച്ച് കേട്ടോ. അതും ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോറയുടെ സ്റ്റാർച്ച് ഞാൻ ഇവിടെ എങ്ങനെയാണോ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് എടുത്തത് ഈക്വൽ അളവിൽ തന്നെ ഞാൻ ആ ഒരു കോറയുടെ സ്റ്റാർച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഈക്വലായിട്ട് ചേർക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ട് ഒരു ക്രീം മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ആ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്ത ശേഷം എനിക്ക് പേഴ്സണലായിട്ട്, ഞാൻ വീഡിയോ താഴെ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പേഴ്സണലായിട്ട് എനിക്ക് ഒരാൾ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞ രീതിക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. കൺതടങ്ങളിലെ കറുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫേസിലുണ്ടാവുന്ന ആ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ നമ്മുടെ വീഡിയോ വിട്ടങ്ങ് പോയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ടീയുടെ ടോണറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ ടീയുടെ ടോണറാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പൗഡർ സ്റ്റാർച്ച് ഉണ്ടല്ലോ, പൊട്ടാറ്റോയുടെ സ്റ്റാർച്ചും കോറയുടെ സ്റ്റാർച്ചും, ഇതൊന്നും നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടോണർ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇപ്പോൾ ടോണർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നോർമൽ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം എന്തെങ്കിലും ഏതായാലും കുഴപ്പമില്ല, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, ഹെംപ് സീഡ് ഓയിലാണ് കേട്ടോ. ഇനി ഒരു ഹെംപ് സീഡ് ഓയിൽ എന്ന് പറയുമ്പോൾ മലയാളം ചോദിക്കും നിങ്ങൾ, അപ്പോൾ ചണവിത്ത് എണ്ണ എന്നാണ് ഇതിന് പറയുക. പക്ഷെ ചണവിത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ പോകുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ആയിരിക്കും. ഫ്ലാക്സ് സീഡ് ഓയിൽ അല്ല കേട്ടോ, ഇത് വേറൊരു തരത്തിൽപ്പെട്ടതാണ്. ഞാൻ ജസ്റ്റ് ചിത്രം കൊടുക്കാം, നിങ്ങൾക്ക് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ഓയിലാണ് എൻ്റെ ഫേസിലേക്ക് സൂട്ടായിട്ടുള്ള ഓയിൽ കേട്ടോ. പലർക്കും പല രീതിക്കുള്ള ഓയിൽസ് ആയിരിക്കും, ചിലർക്ക് ആർഗൻ ഓയിലായിരിക്കും, ചിലർക്ക് ആൽമണ്ട് ഓയിലായിരിക്കും, ചിലർക്ക് ഹോബോ ഓയിലായിരിക്കും, അങ്ങനെ പല ടൈപ്പുള്ള ഓയിൽസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു ചണവിത്താണ് എൻ്റെ സ്കിന്നിലേക്ക് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, ഒരു വൃത്തിയായിട്ട സ്മെല്ലാണ്, എന്നാലും കുഴപ്പമില്ല, എനിക്കിതാണ് ഇഷ്ടം. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ ഈ ഒരു കുഞ്ഞു സ്പൂണിനകത്തേക്ക് ഇച്ചിരി ആ ഒരു സ്പൂണിൽ കുറച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാം. ഈ ഒരു ഹെംപ് സീഡ് ഓയിൽ തന്നെ ഉപയോഗിക്കാനല്ല ഞാനിവിടെ പറയുന്നത്, നിങ്ങളുടെ സ്കിന്നിലേക്ക് സൂട്ടായിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഇപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ്, ലിക്വറൈസിൻ്റെ പൗഡർ കേട്ടോ. അത് ഞാനിവിടെ ചെറിയൊരു സ്പൂണിൽ തന്നെ 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ആ ഒരു ക്രീമി ഫോമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞിട്ടില്ല, നമ്മളിത് രാത്രി ഒരു നൈറ്റ് ക്രീം പോലെയാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ആലോവേറ ജെല്ലാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ എന്നോട് റീസെൻ്റ്ലി കുറച്ച് പേര് പറയുന്നുണ്ട്, നിങ്ങൾ നോർമലായിട്ട് എങ്ങനെയാണ് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അതായത് ഗ്രീൻ ടീ ചേർക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതേ മെത്തേഡിൽ തന്നെ വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം ഞാൻ ഇത്തവണ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ടീ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കളറ് കണ്ടല്ലോ, നമ്മുടെ പ്യുവറായിട്ട് നമ്മുടെ ആലോവേറ ജെല്ല് ഫുൾ ആലോവേറ ജെല്ല് ജ്യൂസ് ചേർത്തുണ്ടാക്കിയിട്ടുള്ള ജെല്ലാണ്. നിങ്ങൾ കൊമേഴ്ഷ്യലി മേടിക്കുമ്പോൾ ക്ലിയർ ജെല്ലായിരിക്കും. അതിനകത്ത് നമുക്ക് ആലോവേറ ജ്യൂസ് 10% മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. 10% ആലോവേറ ജ്യൂസും ബാക്കി 90% വെള്ളമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ 70% നമ്മൾ ആലോവേറയുടെ ജ്യൂസും ബാക്കി 30% വെള്ളമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫുൾ ആലോവേറ ജ്യൂസ് എടുത്തിട്ട് ചെയ്യാനും പറ്റില്ല, പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇതിനകത്തേക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ 70%
ആലോവേറ ജ്യൂസും ബാക്കി 30% വെള്ളം ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസാണ്. അതുകൊണ്ടാണ് ആ ഒരു കളറിൽ വ്യത്യാസം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്യൂർ ആയിട്ടുള്ള ആലോവേറ ജെല്ല് കിട്ടുക. അല്ലാണ്ട് ക്ലിയർ ആയിട്ട് ഇരിക്കുന്ന ജെല്ലൊന്നും അതിനകത്ത് ആലോവേറ ഉണ്ടോ എന്നുള്ളത് തന്നെ എനിക്ക് സംശയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം ആലോവേറ ജെല്ല് കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക കേട്ടോ. ഇത് കംപ്ലീറ്റ് മിക്സ് ആയതിനു ശേഷം നമുക്കിതൊരു കുഞ്ഞു ബോട്ടിലിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതൊരു ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 to 10 days വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ നല്ല നീറ്റായിട്ടാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൈയിടാതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 days എന്നുള്ളത് 50 days വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 3 days കേട്ടോ, അതിൽ കൂടുതൽ പോകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഒരു 3 days അല്ലെങ്കിൽ ഒരു 4 days വരെയൊക്കെ തന്നെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ആലുവേറ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്രീം മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ആലുവേരയ്ക്ക് പകരം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള നിങ്ങൾക്ക് കടുക്ക ജെല്ലുണ്ടെങ്കിൽ അതും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പമ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ആലുവേറ ജെല്ലിന് പകരം നിങ്ങൾക്ക് അതും ചെയ്ത് കൊടുക്കാം. കാരണം കടുക്ക ജെല്ലിൻ്റെ ബെനിഫിറ്റും കിട്ടും നിങ്ങൾക്ക്. നമ്മൾ ഇപ്പോൾ ചേർത്തിരിക്കുന്ന കോറയുടെയും പൊട്ടാറ്റോയുടെയും അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിൻ്റെയും എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് ആരുടെ കയ്യിലും ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആലുവേറ ജെല്ലിന് പകരം നമുക്ക് ഈ ഒരു കടുക്ക ജെല്ലും ഉപയോഗിക്കാം. അപ്പോൾ അത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ രാത്രി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പകൽ ആരും തന്നെ അത് ഉപയോഗിക്കരുത് കേട്ടോ. രാത്രി നമുക്ക് ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട്, ഞാൻ രാത്രി കിടക്കുന്ന മുന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് കഴുകുന്നത്. കഴുകുന്ന സമയത്ത് ആസ് യൂഷ്വൽ നമുക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം. നമ്മുടെ തന്നെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഫേസ് വാഷ് ഉണ്ട്, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് സോപ്പ് ഉണ്ട് ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ, അത് ഉപയോഗിക്കാം. അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴുകി വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 week നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം